ശ്രീവാസുദേവന് ദേവകി ദേവിയിൽ എട്ടാമത്തെ പുത്രനായി ഭഗവാൻ നേരിട്ട് ശ്രീകൃഷ്ണനായി അവതരിച്ചു. കംസനെ ഭയന്ന് പുത്രനെ വസുദേവർക്ക് നന്ദഗ്രഹത്തിൽ കൊണ്ടുപോയി ആക്കേണ്ടതായി വന്നു. പിന്നീട് ഭഗവാനെ പാലൂട്ടി താരാട്ടി വളർത്താനുള്ള ഭാഗ്യം നന്ദപത്നിയായ യശോദയ്ക്കാണ് ലഭിച്ചത്. ദേവകിക്കും വസുദേവനും പുത്രനെ വളർത്തുവാനോ ബാലലീലകൾ കണ്ട് ആസ്വദിക്കാനോ കഴിഞ്ഞില്ല. പകരം നന്ദഗോപനും യശോദയ്ക്കുമാണ് ഭാഗ്യമുണ്ടായത്. എന്ത് പുണ്യം ചെയ്തിട്ടാണ് നന്ദഗോപനും യശോദയ്ക്കും ഭഗവാന്റെ മാതാപിതാക്കളായി തീരാൻ സാധ്യമായതെന്ന് നോക്കാം. അഷ്ടവസുക്കളിൽ പരമപ്രധാനിയായിരുന്നു ദ്രോണർ. ദ്രോണർ ധരയെ വിവാഹം ചെയ്തു. ഒരിക്കൽ പരമഭക്തനായ ദ്രോണനോട് ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞു: ഭൂമിയിൽ ശ്രീ മഹാവിഷ്ണു വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായി ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിക്കാൻ പോകുകയാണ്. ഭഗവാന് നൽകുന്നതിനായി പാല്, വെണ്ണ, നെയ്യ് എന്നിവ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടണം. അതിനാൽ നീ പത്നി സമേതം ഭൂമിയിൽ ചെന്ന് ജനിക്കണം.